പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവേശു മിശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന ഈ മനോഹരമായ തിരുവചനങ്ങളെ കർത്തൃമുഖത്തു നിന്ന് കേൾക്കുവാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും കരുണയും കരുതലും തന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. നാം കഴിഞ്ഞ പ്രാവശ്യം കേട്ടുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക വിഷയമാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി. ഒന്നാമത്തെ നേട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നാം വിശദമായി പരിചിന്തനം ചെയ്തു. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ രണ്ടാമത്തെ ഉത്തരം ഇന്ന് പരിശോധിക്കാൻ മുതിരുകയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14, 15, 16 തിരുവചനങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ പറഞ്ഞത് കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇരിക്കുന്നു. അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അവന് നമ്മെ നന്നായിട്ടറിയാം. അവൻ നമ്മെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളവനാണ്. നമ്മുടെ വികാരങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വ്യഥകളും നമ്മുടെ വേദനകളും എല്ലാം അവന് നന്നായിട്ടറിയാം. കാരണം അവൻ ജഡത്തിൽ വന്നവനും ജഡത്തിൽ കഷ്ടത സഹിച്ചവനുമാണ്. ഈ കർത്താവിന് നമ്മളെ വളരെ വേഗം മനസ്സിലാകും. നമ്മുടെ മനോനിലകളെല്ലാം മനസ്സിലാകും. ഒരു മനുഷ്യനെ ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കാണ്? പ്രിയപ്പെട്ടവരെ, പെറ്റമ്മയ്ക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുമോ? പല അമ്മമാരും അവരുടെ മക്കളെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ശാസനകളും അനാവശ്യമായ ശിക്ഷകളും അനാവശ്യമായ ഇടപെടലുകളും അമ്മയുടെ ഭാഗത്തു നിന്ന് മക്കൾക്ക് സഹിക്കേണ്ടി വരുന്നുണ്ട്. അത് മക്കൾക്ക് പലപ്പോഴും വേദനയായും ചിലപ്പോഴെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചയായും മാറുന്നുണ്ട്. പിന്നെ ആരാണ് നമ്മളെ ശരിക്കും മനസ്സിലാക്കുക? ജന്മം നൽകിയ അപ്പനോ? അപ്പൻ മക്കളെ മനസ്സിലാക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വേണ്ടവണ്ണം മനസ്സിലാക്കാൻ പലപ്പോഴും പിതാവും പരാജയപ്പെട്ടു പോയേക്കും. സഹോദരങ്ങൾക്ക് സാധിക്കുമോ? സഹോദരങ്ങളും പലപ്പോഴും ഈ മനസ്സിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയേക്കും. സ്നേഹിതർക്ക് സാധിക്കുമോ? പ്രാണസ്നേഹിതൻ, ഉറ്റ കൂട്ടുകാരനെന്ന് പറയുന്നവന് പോലും ചില സന്ദർഭത്തിൽ നമ്മളെ മനസ്സിലാകില്ല. നമ്മുടെ വ്യഥകൾ മനസ്സിലാകില്ല. നമ്മുടെ ആന്തരിക ഭാവങ്ങൾ മനസ്സിലാകില്ല. നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാകില്ല. എന്നാൽ അടിമുതൽ മുടി വരെ നമ്മുടെ സമസ്ത വികാരങ്ങളും പച്ചയ്ക്ക് മനസ്സിലാകുന്ന ഒരുവനുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ അവിടെ പിതൃസന്നിധിയിൽ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏതു വിഷയവും, എത്ര വലിയ സംഘർഷം നിറഞ്ഞ വിഷയവും നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ സധൈര്യമായി സമർപ്പിക്കാം. കാരണം അവന് നമ്മെ നല്ലവണ്ണം മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, അവന് നമ്മെ നല്ലവണ്ണം മനസ്സിലാകും. ലോകത്താർക്കും അത് മനസ്സിലാകില്ല. ഒരിക്കൽ ഒരു മനുഷ്യൻ തൻ്റെ പാപ ജീവിതം കൊണ്ട് എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി മാറി. അവനവൻ്റെ ഭാര്യ അവനെ ഒട്ടും സ്നേഹിക്കാത്ത നിലയിലെത്തി. അവനോട് സംസാരിക്കാറില്ല, അവന് മുഖം കൊടുക്കാറില്ല, അവനുമായിട്ട് ഒരു സ്നേഹവും പങ്കിടാറില്ല. അവൻ്റെ ഭാര്യയ്ക്ക് അവനെ കാണുമ്പോൾ വലിയ കയ്പും വെറുപ്പുമാണ് അവൾ പ്രകടിപ്പിക്കുന്നത്. ഇവൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. നല്ല മദ്യപാനിയും ബഹളക്കാരനുമാണ്. അവൻ ജന്മം കൊടുത്ത മക്കൾ 3 പേരുണ്ട്. ഈ 3 മക്കൾക്കും അവനോട് ഭയങ്കര കയ്പാണ്. അവരവനെ അവോയ്ഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കും. അവനെ കാണുമ്പോൾ അവർ എഴുന്നേറ്റ് പോകും. അവനുമായിട്ട് അവർ ഒരിക്കലും അവരുടെ സമയം ചിലവഴിക്കാറില്ല.
അവന് ജന്മം നൽകിയ അമ്മ ഒരിക്കൽ അവനോട് മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ ഗർഭപാത്രം ശപിക്കപ്പെട്ടതായിരിക്കട്ടെ, നിന്നെ അതിൽ പേറിയതുകൊണ്ട്. ഇതുപോലൊരു വിഷവിത്തിനെയാണല്ലോ ഞാൻ വഹിച്ചത് എന്ന്. അതവനെ വല്ലാതെ തകർത്ത് കളഞ്ഞു പ്രിയപ്പെട്ടവരെ. അവന് ജന്മം കൊടുത്ത അപ്പൻ ഒരിക്കൽ അവനോട് പറഞ്ഞു, ഞാൻ ഇതുപോലെ ഒരുവന് ജന്മം കൊടുത്തല്ലോ, ഞാൻ ദൈവം മുമ്പിൽ ശപിക്കപ്പെട്ടു പോകും എന്ന് ഞാൻ വിചാരിക്കുന്നുവെന്ന്. ഇതെല്ലാം അവനെ വല്ലാതെ തകർത്ത് കളഞ്ഞു പ്രിയപ്പെട്ടവരെ. ഈ തകർച്ചകളെല്ലാം അവൻ്റെ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു. അവൻ അതിൽ നിന്നെല്ലാം, ഈ തകർച്ചകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പിന്നെയും അഭയം തേടിയത് മദ്യപാനത്തിലാണ്. ഒരു ദിവസം ഒരു സുവിശേഷ യോഗം നടക്കുന്നതിൻ്റെ പന്തലിനകത്ത് പ്രവേശിക്കാതെ വൈകുന്നേരം നടന്ന സുവിശേഷ യോഗം റോഡരികിലുള്ള ഒരു പന്തലിലായതുകൊണ്ട് റോഡരികിലുള്ള ഒരു ടെലിഫോൺ പോസ്റ്റിൽ ചാരി നിന്ന് അവൻ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രസംഗകൻ അട്ടഹസിച്ച് വിളിച്ചു പറയുന്നത്, സ്നേഹിത, നീ എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. അവന് നിന്നെ മനസ്സിലാകും. നിൻ്റെ ആന്തരിക വ്യഥകൾ, നിൻ്റെ മനോനൊമ്പരങ്ങൾ, നീ സഹിക്കുന്ന സഹനങ്ങൾ, നിൻ്റെ ഒറ്റപ്പെടലുകൾ എല്ലാം കർത്താവിന് മനസ്സിലാകും. ഈ പരീക്ഷകളെല്ലാം കടന്നു പോകുന്ന തമ്പുരാൻ നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ പെറ്റമ്മ നിന്നെ വെറുത്തു, പക്ഷെ കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് ജന്മം നൽകിയ അപ്പൻ നിന്നെ കയ്പോടെ വെറുപ്പോടെ ആട്ടിക്കളയുന്നു. എന്നാൽ കർത്താവായ യേശു മിശിഹ നിന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നു. തന്നെ മാറിൽ ഏറെക്കാലം നിന്നെ ചേർത്ത് പിടിച്ചിരുന്ന നിൻ്റെ പെറ്റമ്മ ഇന്ന് നിന്നെ വളരെ വെറുപ്പോടെ കയ്പോടെ കാണുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നിന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൻ്റെ നെറുകയിൽ ചുംബിച്ച് നിനക്ക് സ്നേഹ ലാളനങ്ങൾ തരുന്നു. നിൻ്റെ ജീവിത പങ്കാളിക്ക് നിന്നോട് തീർത്താൽ തീരാത്ത കയ്പും വെറുപ്പുമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് നിന്നോട് അത്യപാരമായ സ്നേഹമാണ്. അവൻ ക്ഷമിക്കുന്ന സ്നേഹമാണ്. ഈ ജന്മം നൽകിയ മക്കളും നിൻ്റെ കൂടപ്പിറപ്പുകളും നിന്നെ വല്ലാതെ കയ്പോടെ കാണുകയും നിൻ്റെ സാന്നിധ്യത്തിൽ മാറിപ്പോവുകയും ചെയ്യുന്നു. അവർ നിനക്ക് മുഖം തരുന്നില്ല. എന്നാൽ കർത്താവ് നിന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഭാഷകൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ അതിശക്തമായ അനുതാപം രൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യനെ ശരിയായ അനുതാപത്തിലേക്ക് കൊണ്ടുവരുന്നത് അവൻ കേൾക്കുന്ന ശാസനകളല്ല, അവനെ മുറിപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. സ്നേഹത്തേക്കാൾ മൂർച്ചയുള്ളൊരായുധം ലോകത്ത് ഇന്നുവരെ വേറെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ലോകത്ത് ഇന്നുവരെ കാണുന്നതിൽ ഏറ്റവും മൂർച്ച കൂടിയ ആയുധം ലോകത്തിന് നൽകിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്ന ആയുധങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രകാരന്മാരുണ്ട്, ഉപയോഗിക്കുന്ന രാഷ്ട്ര നേതാക്കന്മാരുണ്ട്. അവരെല്ലാം നശിപ്പിച്ചു കളയുന്ന ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ്. സൃഷ്ടിച്ചെടുക്കുന്ന ആയുധം കൊണ്ട് യുദ്ധം ചെയ്തവൻ, വിജയം കണ്ടെത്തിയവനാണ് യേശു ക്രിസ്തു. ലോക ചരിത്രം പരിശോധിച്ചാൽ യുദ്ധം ചെയ്തിട്ട് ജയിച്ച ഒരേ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആരെല്ലാം അവൻ്റെ ശത്രുസ്ഥാനത്ത് നിന്നോ അവരെല്ലാം അവൻ്റെ മിത്രങ്ങളായി മാറി. അതാണ് ജയം. ശത്രുവിനെ നശിപ്പിക്കുന്നതല്ല, ശത്രുവിനെ മിത്രമാക്കുന്നതാണ് ശരിയായ ജയം. ആ ജയം സാധ്യമായത് ഈ ആയുധത്തിൻ്റെ പ്രയോഗം കൊണ്ടാണ്. സ്നേഹമെന്ന ആയുധത്തെ ഒരു സർഗായുധം എന്നാണ്, സൃഷ്ടിപരമായ ഒരു ആയുധം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റ് ആയുധങ്ങളെല്ലാം മാരകായുധങ്ങളാണ്, അവ മരണം വിതയ്ക്കുന്നതാണ്. സർഗായുധമാകുന്ന സ്നേഹം സൃഷ്ടി നടത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയുധവുമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്ത് വന്നത്. അവൻ ലോകത്തെ ആകമാനം പുതുക്കി പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തി എടുത്തു എങ്കിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക, ഈ കർത്താവിന് നമ്മളെ നന്നായി മനസ്സിലാകും. അവന് മനസ്സിലാകുന്നത് പോലെ ലോകത്ത് ആർക്കും നമ്മെ മനസ്സിലാകില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരെങ്കിലും ഇപ്പോൾ വിതുമ്പുന്നുണ്ട്. എന്നെ മനസ്സിലാക്കുന്നവരാരുമില്ലല്ലോ എന്ന് നിരന്തരം ഏങ്ങലടിക്കുന്ന ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കുക, നിന്നെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. അവനിപ്പോൾ നിൻ്റെ കൈയെത്തും ദൂരത്തുണ്ട്. അവൻ്റെ കൈ നിൻ്റെ ശിരസിന് മുകളിൽ നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അവൻ നിൻ്റെ മേൽ കൈവച്ച് അനുഗ്രഹിപ്പാൻ തയ്യാറാണ്. അവൻ നിൻ്റെ പാപം പൊറുക്കാൻ തയ്യാറാണ്. അവൻ നിന്നെ വിശുദ്ധീകരിപ്പാൻ തയ്യാറാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ ക്ഷമിക്കുന്ന സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവാണ് സ്വർഗത്തിൽ ഇരിക്കുന്നത്. എന്തുമാത്രം ധൈര്യമായി നമുക്ക് അവൻ്റെ മുമ്പിൽ ചെല്ലാൻ പ്രിയപ്പെട്ടവരെ.
എന്നെ ഇത്രയും നന്നായി മനസ്സിലാക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ റോഡരികത്തെ ടെലിഫോൺ പോസ്റ്റിൽ ചാരി നിന്ന മനുഷ്യൻ, അവൻ്റെ ഉള്ളിലെ ഈ ആത്മഭാരം അതിശക്തമായി വ്യാപരിച്ചപ്പോൾ അവൻ വാവിട്ട് നിലവിളിക്കാനും തൻ്റെ തല ആ ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ച് പൊട്ടിക്കുവാനും ഇടയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ രാത്രി അവൻ മാനസാന്തരപ്പെടുകയായിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന അർഹതയില്ല എനിക്ക് ആ സ്നേഹത്തിന്, അത്രമാത്രം നീച പാപിയാണ് ഞാൻ, എനിക്ക് ആ സ്നേഹത്തിന് അർഹതയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മീയ സ്നേഹിതന്മാർ അവനെ പിടിച്ച് അമർച്ച ചെയ്യുകയും അവനെ സാന്ത്വനപ്പെടുത്തുകയും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്നുള്ള ദിവസങ്ങളിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തമായ ഇടപെടൽ മുഖാന്തരമായ ചെറുപ്പക്കാരൻ ഒരു പുണ്യവാനായി പരിവർത്തനപ്പെട്ടു. അവനവൻ്റെ ഭാര്യയുടെ കാലിൽ ചുംബിച്ച് ക്ഷമ പറഞ്ഞു. അവനവൻ്റെ പെറ്റമ്മയുടെ കാലിൽ ചുംബിച്ച് ക്ഷമ പറഞ്ഞു. അവനവൻ്റെ ജന്മം കൊടുത്ത അപ്പൻ്റെ കാലിൽ ചുംബിച്ച് ക്ഷമ പറഞ്ഞു. അവൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് അവൻ വാവിട്ട് നിലവിളിച്ചു. അവൻ്റെ കൂടപ്പിറപ്പുകളോടൊക്കെ അവൻ ക്ഷമ പറഞ്ഞു. ക്രമേണ അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ചിത്രം മാറി. അവനൊരു വളരെ സാധുവായ മനുഷ്യനായി അവരുടെ മുമ്പിൽ വെളിപ്പെട്ടു. അവരെല്ലാവരും അവന് തിരിച്ച് ഒരു കൂട്ടായ്മയുടെ സന്തോഷം കൊടുത്തു. കർത്താവായ യേശുക്രിസ്തു ഉള്ളിൽ വന്നപ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥയ്ക്ക് അടിമുടി മാറ്റമുണ്ടായി. അവനൊരു വിശുദ്ധനായി മാറുന്നതാണ് പിന്നീട് കണ്ടത്. ഒരാണ്ട് കഴിഞ്ഞ് അതേ കൺവെൻഷൻ്റെ പന്തലിൽ അതേ പ്രസംഗകൻ പ്രസംഗിക്കുമ്പോൾ തൂവെള്ള നിറമുള്ള ഷർട്ടും മുണ്ടും ധരിച്ച് കയ്യിലൊരു വേദപുസ്തകവുമായി അവൻ ഏറ്റവും മുന്നിൽ വന്നിരുന്ന് ദൈവവചനം ആർത്തിയോടെ ശ്രവിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമുക്കൊരു സ്വർഗീയ മധ്യസ്ഥനായി കർത്താവ് ഇരിക്കുന്നു. അവനെക്കുറിച്ച് പറഞ്ഞത് ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളണം. അങ്ങനൊരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അത് വലിയൊരു ഉറപ്പും വലിയൊരു ധൈര്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയും നമ്മുടെ ഊർജ്ജ സ്രോതസ്സുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്. ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, കഴിയുന്നവനാണ്. നമുക്കൊക്കെ ബലഹീനതയുണ്ട് എന്ന് കർത്താവിന് നന്നായിട്ടറിയാം. നമ്മൾ മനുഷ്യരാണ്, ജഡത്തിൽ വസിക്കുന്നവരാണ്, പരിമിതികളുള്ളവരാണ്, വികാര വിചാരങ്ങളുള്ളവരാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ചില വീഴ്ചകൾ പറ്റിയേക്കാം. നിരന്തരം വീഴ്ച മാത്രം പറ്റുമ്പോൾ അതിനെ ബലഹീനത എന്ന് വിളിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചില വീഴ്ചകളൊക്കെ പറ്റിയേക്കാം, ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയേക്കാം. തിരുത്തുവാൻ തയ്യാറായി കർത്താവിൻ്റെ മുമ്പിൽ നിന്നാൽ അവൻ നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ളവനാണ്. ഒരിക്കലും അവൻ നമ്മളെ ശിക്ഷിക്കണമെന്ന അജണ്ടയുമായി നടക്കുന്ന കർത്താവല്ല. അവൻ നമ്മെ രക്ഷിക്കണമെന്ന അജണ്ടയുമായി ഇരിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് അവൻ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന മഹാപുരോഹിതനാണ്. ഓർക്കുക, അതിൻ്റെ കാരണം പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ് ഈ കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവന് നമ്മെ നന്നായി മനസ്സിലാകും. ഈ കർത്താവിന് മനസ്സിലാകുന്നത് പോലെ വേറെ ഒരാൾക്ക് നമ്മെ മനസ്സിലാകില്ല. പ്രിയപ്പെട്ടവരെ, നാം വലിയ സംഘർഷത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ മൂകമായി മൗനമായി ഇരുന്നു കൊടുത്താൽ മതി, അവന് നമ്മെ മനസ്സിലാകും. ഇരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണെന്നും അവൻ എന്നെ നന്നായി വായിച്ചെടുക്കുന്നുണ്ടെന്നുമുള്ള ആന്തരിക ബോധമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു മഹാസമാധാനം ഈ ഇരിക്കുന്ന വ്യക്തിയിലേക്ക് ഊർന്ന് ഇറങ്ങും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഇരിപ്പ് സാധ്യമാകണം. അതിൻ്റെ പേരാണ് ധ്യാനം. എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ സകലവും മറന്ന് ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തുന്ന തീയിലേക്ക് അവൻ പനിമഞ്ഞ് തെളിക്കും. ആ തീ കെട്ടുപോകും, അവിടെ തണുപ്പ് പടരും. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ ആശ്വാസമുണ്ടാകും, അവിടെ വലിയ സമാധാനമുണ്ടാകും. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ഏതെല്ലാം വിഷയങ്ങളിലാണ് നിങ്ങളുടെ ഹൃദയം തീപിടിച്ചിരിക്കുന്നത്? ഒരുപക്ഷെ ഒരു തലമുറയില്ല എന്ന സങ്കടമാണോ? കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കെ അവൻ നിങ്ങളുടെ സങ്കടത്തിന് അറുതി വരുത്തി തരും. അവന് നിങ്ങളെ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെ മെനഞ്ഞെടുത്ത കർത്താവിന് എന്തെങ്കിലും ഒരു കേട് നിങ്ങളുടെ ശരീരത്തിൽ തലമുറകളെ രൂപപ്പെടുത്തുന്നതിന് തടസ്സമായി ഉണ്ടെങ്കിൽ അത് പരിഹരിപ്പാൻ കഴിയും. നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ടത്, സ്രഷ്ടാവിൻ്റെ മുമ്പിൽ നിശബ്ദമായി ഇരിക്കുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ജീവിതത്തിൽ എന്താണ് സംഘർഷം അവന് മനസ്സിലാകും. അവൻ്റെ മുമ്പിൽ ചെന്നിരിക്കെ ഒരു പക്ഷേ പലവട്ടം പരീക്ഷ എഴുതിയിട്ട് പരാജയം മാത്രം രുചിച്ചറിഞ്ഞിട്ട് ഇനി എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് മനോവ്യഥയോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? തമ്പുരാൻ്റെ മുമ്പിൽ ചെന്നിരിക്കുക, നിരാശപ്പെടല്ലേ. അവന് നിന്നെ മനസ്സിലാകും. നീ ജയിക്കേണ്ടതുണ്ട് എന്ന് തമ്പുരാന് ബോധ്യപ്പെട്ടാൽ അടുത്ത പ്രാവശ്യം അത് അങ്ങനെ തന്നെ തമ്പുരാൻ ചെയ്തു തരും. കഴിഞ്ഞ നാളിൽ അങ്ങനെ സംഭവിച്ചത് എനിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട്. ചില പരീക്ഷകൾ, ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന പരീക്ഷകൾ 8ഉം 10ഉം പ്രാവശ്യം എഴുതി പരാജയപ്പെട്ട ചിലർ എൻ്റെ മുമ്പിൽ വളരെ ഭാരത്തോടെ, വളരെ സങ്കടത്തോടെ, വലിയ നിരാശയോടെ വന്ന് പ്രാർത്ഥനയ്ക്ക് നിന്നിട്ടുണ്ട്. അവരെ ഇപ്രകാരം കർത്താവിൻ്റെ വചനത്തിൽ ധൈര്യപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിൽ അവർ അതുവരെ സംഭവിച്ചതെല്ലാം മറന്ന് കർത്താവിൻ്റെ മുമ്പിൽ മൗനമായിരുന്നപ്പോൾ അത്ഭുതങ്ങളുടെ ദൈവം ഇറങ്ങി അവരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് 10 വട്ടം പരാജയപ്പെട്ട പരീക്ഷ 11ാം വട്ടം എഴുതിയപ്പോൾ ഉയർന്ന റാങ്കോടുകൂടി അവർക്ക് പാസ്സാകാൻ കഴിഞ്ഞതും അവരുടെ ഭാവി സുരക്ഷിതമായതും അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമക്കളെ, ഇത് നമ്മുടെ തിരിച്ചറിവായി മാറണം. ഒരു രോഗം വന്ന് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളെ സംഘർഷപ്പെടുത്തുന്നതെങ്കിൽ കർത്താവിന് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മൾ എല്ലാറ്റിലും പാപമൊഴികെ നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനാണ്. ശരീരത്തിൻ്റെ കഷ്ടതകൾ, അതിൻ്റെ വേദനകൾ, അതിൻ്റെ നൊമ്പരങ്ങൾ, അതിൻ്റെ ഭീകരമായ മുറിവുകൾ അവന് മനസ്സിലാകും. അവൻ്റെ മുമ്പിൽ ചെന്ന് മൗനമായിട്ടങ്ങ് ഇരിക്കെ. ഒരു വികാരങ്ങളും അപ്പോൾ നമ്മളെ ഭരിക്കല്ലേ, ഒരു വിചാരത്തിലും പെട്ടുപോകല്ലേ. അലമുറയിടണ്ട, ചങ്കു തല്ലി കരയണ്ട, മൗനമായങ്ങ് ഇരുന്നു കൊടുക്കുക. എൻ്റെ മുമ്പിൽ കർത്താവുണ്ട്, അവൻ്റെ കരം എൻ്റെ ശിരസിന് മുകളിൽ നീട്ടപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ കരത്തിൽ നിന്ന് എന്നിലേക്ക് ദൈവീക ശക്തി ഊർന്നിറങ്ങുന്നുണ്ട് എന്ന് വിശ്വാസത്തിൽ ഉറച്ച് അവിടെ അങ്ങ് ഇരിക്കെ. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു മഹാസമാധാനം സൗഖ്യമായി നിങ്ങളിലേക്ക് പടർന്ന് ഇറങ്ങും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആശങ്കപ്പെടാതിരിക്കുക. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിപ്പാൻ നമ്മെ നന്നായി മനസ്സിലാക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് ഉണ്ട് എന്ന ഉറപ്പ് നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തക്ക സമയത്ത് സഹായം ലഭിപ്പാൻ, കൃപ പ്രാപിപ്പാൻ കർത്താവിൻ്റെ കൃപാസനത്തിനടുത്ത് ധൈര്യമായി ചെല്ലാനാണ് എബ്രായ ലേഖന കർത്താവ് പ്രബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. കരുണ ലഭിപ്പാൻ കാരുണ്യവാനായ കർത്താവിൻ്റെ മുമ്പിൽ ധൈര്യമായി ചൊല്ലുക. അവൻ സ്വർഗത്തിൽ ഇരിക്കുന്നവനാണ്. സ്വർഗത്തിലേക്ക് അവൻ കരയേറിപ്പോയത് കൊണ്ടാണ് നമുക്ക് ഈ മഹാഭാഗ്യം സിദ്ധിച്ചത്. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ ഇരിക്കുക. അവൻ്റെ മുമ്പിൽ ഇരിക്കുക, തീർച്ചയായിട്ടും കരുണ ലഭിക്കും. ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത തെറ്റുകൾക്ക് അവൻ കരുണ കാണിക്കും. നമ്മുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. അവൻ കാരുണ്യവാനായ കർത്താവാണ്. അവൻ നമ്മുടെ എല്ലാ പാപങ്ങളും പരിഹരിപ്പാൻ പര്യാപ്തനാണ്. തക്ക സമയത്ത് അവൻ സഹായിക്കും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ജീവിതത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെന്നാണ് നമ്മുടെ വിചാരം. അതിനുവേണ്ടി നാം ദൈവത്തെ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമേ ഇപ്പോൾ പ്രവർത്തിക്കണമെന്ന്. അപ്പോൾ കർത്താവ് പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല. കർത്താവ് തീരുമാനിക്കും. തക്ക സമയത്ത് അവൻ ഇടപെടും. ആ ഇടപെടേണ്ട സമയത്തിന് ഒരു സെക്കൻഡ് മുമ്പോ ഒരു സെക്കൻഡ് വൈകിയോ തമ്പുരാൻ ഇടപെടില്ല. അവൻ തക്ക സമയത്ത് ഇടപെടുന്ന ദൈവമാണ്. അത് നമ്മൾ ആ തിബരിയോസിലെ ശിഷ്യന്മാരുടെ മീൻപിടുത്തത്തിൽ ഇടപെട്ടപ്പോൾ കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ഇനി എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാതെ വന്നപ്പോൾ പത്രോസും കൂട്ടുകാരും മീൻ പിടിക്കാൻ പോയി. ഒരു രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എന്നാൽ പുലർച്ചെയായപ്പോൾ കരയിൽ യേശു നിന്നിരുന്നു. അവൻ വിളിച്ചു ചോദിച്ചു, വാത്സല്യ മക്കളെ, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, ഒന്നുമില്ല. കടലിൽ ഞങ്ങൾ രാത്രി മുഴുവൻ വല വീശി, സന്ധ്യ മുതൽ പ്രഭാതം വരെ ഞങ്ങൾ അധ്വാനിക്കുകയായിരുന്നു, ഒന്നും കിട്ടിയിട്ടില്ല, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഇരിക്കുന്ന പടകിൻ്റെ വലതുഭാഗത്ത് വലയിറക്കുക. തക്ക സമയത്തുള്ള ഇടപെടലാണ്. എല്ലാ വഴിയും മുട്ടി. ഇനി എന്തിന്? കരയിലേക്ക് പോയാൽ ഇനി എങ്ങനെ ജീവിക്കും? കടലിൽ നിന്ന്
ഒരാനുകൂല്യവും കിട്ടുന്നില്ല. ഇത് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ്. എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചു പോകുന്നൊരവസ്ഥ. തക്ക സമയത്താണ് കർത്താവിൻ്റെ ഇടപെടൽ. ദൈവമക്കളെ, എന്നും കർത്താവ് അങ്ങനെ തന്നെയാണ്. ഏലിയാ പ്രവാചകൻ കർമ്മേൽ മലമേൽ യാഗമർപ്പിച്ചപ്പോൾ തക്ക സമയത്ത് ഇടപെട്ടവനാണ് നമ്മുടെ കർത്താവ്. ഒരു മിനിറ്റ് താമസിച്ചില്ല, ഒട്ടും നേരത്തെ അത് സംഭവിച്ചതുമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ തക്ക സമയത്ത് ഇടപെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇതുവരെ ഇടപെട്ടിട്ടില്ലെങ്കിൽ ആ തക്ക സമയം വന്നിട്ടില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അവൻ ഇടപെടാൻ കഴിയാത്തവനോ ഇടപെടാൻ മനസ്സില്ലാത്തവനോ ആണെന്ന് നിങ്ങൾ നനച്ചു പോകരുത്. നിശ്ചയമായിട്ടും ഈ തമ്പുരാൻ ഇടപെടും, സമാധാനം വരുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലാണ് ഇരിക്കുന്നതെങ്കിലും ഉത്തരമുണ്ട് എന്ന് ഉറപ്പിച്ചുകൊള്ളുക. മാത്രമല്ല, ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ. കൃപ അത് ദാനമാണ്. 100% ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ അവകാശമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ പ്രതിഫലമല്ല, നമ്മുടെ നീതിയോടെയുള്ള ജീവിതത്തിൻ്റെ പ്രതിഫലവുമല്ല. കൃപ ദാനമാണ്. അർഹതയില്ലാത്തിടത്ത് ചൊരിയപ്പെടുന്ന സ്നേഹം, അതാണല്ലോ കൃപ. ആകയാൽ സ്നേഹിതരെ, ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നിത്യമായ പ്രമോദം സാധ്യമാണ്. ഒരിക്കലും ഭാരപ്പെടരുത്, നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ കർത്താവ് മതിയായവൻ. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല സംഘർഷങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്. ധൈര്യമായി കർത്താവിൻ്റെ കൃപാസനത്തിന് മുമ്പിൽ വരിക. അവൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അവൻ നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ മതിയായ ദൈവമാണ്. അവൻ നമ്മുടെ മുറിവുകൾ കെട്ടാൻ പര്യാപ്തനായ കർത്താവാണ്. അവൻ തക്ക സമയത്ത് ഇടപെടുന്ന ദൈവമാണ്. ആവർത്തിച്ച് പറയട്ടെ, അവന് മനസ്സിലാകുന്നത് പോലെ ലോകത്താർക്കും നമ്മെ മനസ്സിലാകില്ല. അതുകൊണ്ട് നിരാശപ്പെടാതിരിക്കുക, സങ്കടപ്പെട്ടത് മതിയാക്കുക, കർത്താവിൻ്റെ മുമ്പിൽ മൗനമായിട്ടിരിക്കുക, എല്ലാ വിചാരങ്ങളെയും വിട്ടുകളയുക. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ കൃപ പെയ്തിറങ്ങുക തന്നെ ചെയ്യും. അവൻ നമ്മെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. തൃപാദപീഠത്തിൽ അടുത്തു വരുവാൻ ഒരിക്കൽ കൂടെ ഏഴകൾക്ക് അവസരം തന്നതിനാൽ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച വിലയേറിയ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി ധൈര്യത്തോടെ നിൻ്റെ മുമ്പിൽ വരാൻ ഞങ്ങൾക്കൊരു കാരണമുണ്ട്. നീ ആകാശത്തിൽ കൂടെ കടന്നുപോയ മഹാപുരോഹിതനായി ഞങ്ങൾക്കുണ്ട്. നീ സ്വർഗത്തിൽ പിതാവാൻ ദൈവത്തിൻ്റെ വലഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബലഹീനതകളിൽ സഹായം കാണിപ്പാൻ കഴിയുന്ന മഹാപുരോഹിതനാണ്. കർത്താവേ, പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടവനാകൊണ്ട് നിനക്ക് ഞങ്ങളുടെ എല്ലാ വേദനകളും, ആന്തരിക വ്യഥകളും, മാനസിക സംഘർഷങ്ങളും, ശാരീരിക ക്ലേശങ്ങളും, ഞങ്ങളുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും നിനക്ക് മനസ്സിലാകും. കർത്താവേ, നീ തക്ക സമയത്ത് ഇടപെടുന്ന ദൈവമാണ്. നിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമായി, അനുഗ്രഹമായി അത് ചൊരിയപ്പെടുന്നുവല്ലോ. ദൈവമേ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ എന്നും പ്രമോദം കണ്ടെത്തുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നീ നിൻ്റെ കരം നീട്ടി ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമാറാകണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.